സ്ക്രീൻ കാണാമോ ഇപ്പോൾ നിങ്ങൾക്ക്? സ്ക്രീനിൽ ഞാൻ ഇപ്പോൾ നോട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. സ്ക്രീൻ കാണാമോ? ഇല്ല സർ, കാണുന്നില്ല. കാണുന്നില്ല, ശരി, ഓക്കെ. നോക്കട്ടെ, ഷെയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഉണ്ട്. ഇപ്പോൾ സ്ക്രീൻ കാണാമോ? സർ കാണാം. ശരി കാണാം. ഓക്കെ, സ്ക്രീൻ കാണാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അവസാനത്തെ 2 സോഴ്സസ് ആണ് അല്ലേ? ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് സ്ഥാപനത്തിന് അല്ലേ, ഇപ്പം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, നിങ്ങൾക്കിപ്പോൾ ലൈവ് ക്ലാസ്സിന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കഴിയുന്നത് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇന്നലെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്തോ എറർ പറ്റി, അവസാനം നോക്കി റെക്കോർഡായില്ല. അപ്പോൾ പിന്നെ ഇന്നലത്തെ ക്ലാസ് ഞാൻ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഓരോ ദിവസത്തെയും ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തത് നമ്മുടെ യൂട്യൂബിൽ അതിലങ്ങ് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കത് കാണാം. അപ്പോൾ ലൈവിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ ക്ലാസ് കൃത്യമായിട്ട് അതെങ്കിലും കാണുക. ഓക്കെ, അപ്പോൾ സോഴ്സസ് ഓഫ് ഫിനാൻസിൽ 10 സോഴ്സാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ 9ഉം 10ഉമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ആ 10 സോഴ്സ് നിങ്ങൾ പ്രത്യേകം പഠിക്കുക. ഇപ്പോൾ 8 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾ 8 എണ്ണം എഴുതിയാൽ മതി. 8 എണ്ണം എഴുതിയാൽ മതിയാകും. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ള 8 എണ്ണം മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസിങ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു രാജ്യത്തിനകത്തുള്ള ഒരു കമ്പനിക്ക് അതേ രാജ്യത്തിനകത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനിക്ക് ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ അല്ലേ പൈസ കളക്ട് ചെയ്യുന്നതിനുള്ള വിവിധ സോഴ്സസ് അല്ലേ 10 സോഴ്സ് നമ്മൾ പഠിച്ചു. വിവിധ അതിന് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ കമ്പനിക്ക് ആ രാജ്യത്തിനകത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതിനുള്ള വിവിധ സോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചത് ഈ അധ്യായത്തിൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസിങ്, അന്തർദേശീയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുക. നമുക്കറിയാം 1991 അല്ലേ ന്യൂ എക്കണോമിക് പോളിസി. നിങ്ങൾ എക്കണോമിക്സിലും അതുപോലെ ബിസിനസ് സ്റ്റഡീസിലും നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ എക്കണോമിക് പോളിസി 1991 അതുവരെ നിലനിന്നിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ രീതികളല്ല 91 ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1991 ജൂലൈ അല്ലേ, ആ സമയത്ത് എന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ വളരെ രൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യക്കുണ്ടായി. സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് പ്രതിസന്ധി ഉണ്ടായ ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ ഇന്ത്യ ആ സമയത്ത് ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതിലേക്ക് വേണ്ടി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 3 നയങ്ങളാണ് LPG എന്ന് ഈ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതുവരെ വിദേശ രാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയാത്ത ഒരു വിപണിയായിരുന്നു ഇന്ത്യൻ വിപണി. കാരണം ഇന്ത്യക്കകത്തേക്ക് വിദേശ രാജ്യങ്ങൾക്ക് കച്ചവടത്തിനായിട്ട് കടന്നു വരണമെങ്കിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങളും ഒത്തിരി ഡ്യൂട്ടീസും അവർ അടയ്ക്കണമായിരുന്നു. മാത്രം ഒത്തിരി റൂൾസൊക്കെ അവർ ഫോളോ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്ത്യക്കകത്തേക്ക് കടന്നു വന്ന് കച്ചവടം നടത്തുക. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും എന്ത് ചെയ്തു, ഒഴിവാക്കി. ചൈന പോലുള്ള രാജ്യങ്ങൾ 91 മുമ്പ് ഇന്ത്യയിൽ ഗണ്യമായ സ്ഥാനമില്ലായിരുന്നു. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം, ഇപ്പോൾ എവിടെ നോക്കിയാലും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അല്ലേ, ഇപ്പോൾ പിന്നെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, എങ്കിലും
ഏകദേശം 1 വർഷം മുമ്പ് വരെ എവിടെ നോക്കിയാലും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ. തകരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചൈനയുടെ മൊബൈലും എല്ലാ സാധനങ്ങളും കിട്ടും. അത് 91-ന് ശേഷമാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഇന്ത്യക്കകത്തേക്ക് കടന്ന് കയറിയത്. അത് ഏതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യക്കകത്തേക്ക് കടന്നു കയറാൻ സാധിച്ചത്? ഗ്ലോബലൈസേഷൻ, ആഗോളവത്കരണം അല്ലേ? എന്താണ് ആഗോളവത്കരണം എന്ന് പറയുന്നത്? അതുവരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു. എന്ന് വെച്ചാൽ 4 ചുറ്റും അതിർവരമ്പുകളുള്ള നിയമം കൊണ്ട് 4 ചുറ്റും കോട്ട കെട്ടിയ ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. എന്നാൽ 91-ലെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? കോട്ടയൊക്കെ എടുത്ത് മാറ്റി. എന്ന് വെച്ചാൽ ഏത് വിദേശ രാജ്യത്തിനും വളരെ ഫ്രീ ആയിട്ട് കടന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിപണിയായിട്ട് വിദേശ രാജ്യത്തുള്ള കച്ചവടക്കാർക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരാം, ഇന്ത്യക്കകത്തുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ആ തരത്തിൽ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റിംഗ് ഇന്ത്യൻ എക്കോണമി ടു ദ വേൾഡ് എക്കോണമി അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് എന്ത് ചെയ്തു? സംയോജിപ്പിച്ചു അല്ലേ? അതാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവത്കരണം. അപ്പോൾ ആഗോളവത്കരണത്തിൻ്റെ ഫലമായിട്ട് അതുവരെ ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനിക്ക് പൈസ കളക്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമേ പറ്റുള്ളൂ അല്ലേ? പക്ഷേ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത മാർഗങ്ങൾ, വ്യത്യസ്ത സാധ്യതകൾ എന്ത് ചെയ്തു? തുറന്നു കിട്ടി. പൈസ ഫണ്ട് റേസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി, അവരുടെ പ്രവർത്തനത്തിലേക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി കൂടുതൽ സാധ്യതകൾ എന്ത് ചെയ്തു? തുറന്നു കിട്ടി. ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് 91-ന് മുമ്പ് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച 10 സോഴ്സ് ആയിരുന്നു മെയിൻ സോഴ്സ്. എന്നാൽ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് കൂടുതൽ സാധ്യതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തു നിന്ന് മാത്രം പണം റേസ് ചെയ്യുന്നതിന് പകരം ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും പൈസ റേസ് ചെയ്യുന്നതിനുള്ള സാധ്യത ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തുറന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻസിങ്, അന്തർദേശീയ ധനസഹായം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പൈസ എന്ത് ചെയ്യുക? റേസ് ചെയ്യുക. ഇന്ത്യക്കകത്തുള്ള കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇന്ത്യക്കകത്ത് നിന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. അതാണ് ഇൻ്റർനാഷണൽ ഫിനാൻസിങ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ വേരിയസ് അവന്യൂസ്, വ്യത്യസ്ത സാധ്യതകൾ ആർ അവൈലബിൾ ടു ദ ബിസിനസ് ഓർഗനൈസേഷൻസ്, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലഭ്യമായി ടു റേസ് ഫണ്ട്സ് ഫോർ ദെയർ ഓപ്പറേഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നതിലേക്ക് വേണ്ടി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടത്തിക്കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് ഇന്ത്യക്കകത്ത് നിന്ന് ഉള്ളതിന് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടി. ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ സോഴ്സസ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത ഉറവിടങ്ങൾ ഏതൊക്കെയാണോ? ഒന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ്. നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസിൽ പഠിച്ചത് കൊമേഴ്സ്യൽ ബാങ്കുകൾ പഠിച്ചു, വാണിജ്യ ബാങ്കുകൾ. അത് ഉദ്ദേശിച്ചത് ഇന്ത്യക്കകത്തുള്ള വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ശാഖകളുള്ള ബാങ്കുകളുണ്ട്, കൊമേഴ്സ്യൽ ബാങ്കുകളുണ്ട് SBI പോലുള്ള കമ്പനികൾക്ക് ഇന്ത്യക്ക് പുറത്തും ശാഖകളുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തും ശാഖകളുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളുണ്ട് അപ്പോൾ ആ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നും എന്തെങ്കിലും ആവശ്യമുള്ള പൈസ, ഫോറിൻ ലോൺസ്, ബിസിനസ് പർപ്പസിലേക്ക് കളക്ട് ചെയ്യുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തുടനീളമുള്ള വാണിജ്യ ബാങ്കുകൾ പ്രൊവൈഡ് ഫോറിൻ കറൻസി ലോൺസ് ഫോർ ബിസിനസ് പർപ്പസസ്, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോറിൻ കറൻസി, വിദേശ നാണ്യത്തിലുള്ള വായ്പകൾ എന്ത് ചെയ്യുന്നു? നൽകാറുണ്ട്. They provide huge amount of loans for trade and non-trade international operations. അവർ വളരെ കനത്ത തുക, വളരെ വലിയ തുക അവർ വായ്പയായിട്ട് നൽകാറുണ്ട് വ്യാപാര പ്രവർത്തനങ്ങൾക്കും വ്യാപാരേതര അന്തർദേശീയ പ്രവർത്തനങ്ങൾക്കും എന്താണ് അന്തർദേശീയം എന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് രാജ്യങ്ങൾക്കിടയിലുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹ്യൂജ് എമൗണ്ട് അവർ വായ്പയായിട്ട് നൽകാറുണ്ട്. ദ ടൈപ്സ് ഓഫ് ലോൺസ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ് വേരി ഫ്രം കൺട്രി ടു കൺട്രി. രാജ്യങ്ങൾ മാറുന്തോറും നൽകുന്ന ലോണുകളും സർവീസുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
അപ്പം ഇത് അമേരിക്കയിലെ കൊമേഴ്സ്യൽ ബാങ്കുകൾ കൊടുക്കുന്ന തരത്തിലുള്ള ലോണുകളും സർവീസും ആയിരിക്കില്ല കാനഡയിലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കാനഡയിലുള്ള കൊമേഴ്സ്യൽ ബാങ്ക് കൊടുക്കുന്ന തരത്തിലുള്ള ലോണുകളും മറ്റ് സർവീസസും ആയിരിക്കില്ല ഇസ്രായേലിലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ കൊടുക്കുന്നത്, അല്ലേ? ഓക്കെ. ഉദാഹരണം, അപ്പോൾ അത് ലോകത്തുള്ള രാജ്യങ്ങൾക്ക്, അല്ലേ, മറ്റ് രാജ്യങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും വായ്പകൾ നൽകുന്ന കൊമേഴ്സ്യൽ ബാങ്കുകളാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു രാജ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത, അല്ലേ, ലോകത്തുടനീളം ശാഖകളുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക്, എക്സെട്ര. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിലേക്ക് വേണ്ടി, അല്ലേ, സ്വരൂപിക്കുവാൻ സാധിക്കും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർനാഷണൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന വ്യത്യസ്ത മാർഗ്ഗങ്ങൾ. ഒന്ന്, കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുക്കാം. മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ്യൽ ബാങ്കുകൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വായ്പകൾ ലഭിക്കും. രണ്ടാമത്തത്, ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അല്ലേ, ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള സാമ്പത്തികപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന രാജ്യത്തുള്ള വ്യവസായ സ്ഥാപനങ്ങളെ ഉദ്ധരിക്കുന്നതിലേക്ക് വേണ്ടി ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്, അല്ലേ? അന്തർദേശീയ ഏജൻസികളും ഡെവലപ്മെൻറ്റ് ബാങ്ക്സും ഉണ്ട്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ആൻഡ് ഗ്രാൻറ്റ്സ്. ലോണുകളും ഗ്രാൻറ്റുകളും അവർ എന്ത് ചെയ്യുന്നു? ഹ്രസ്വകാലവും അതുപോലെ തന്നെ ദീർഘകാലവും, അല്ലേ, ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. ലോകത്തുള്ള സാമ്പത്തികപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ വികാസത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ഈ സ്ഥാപനങ്ങൾ നൽകാറുണ്ട്. These bodies are established by developed countries to finance various projects at national and international levels. ഈ പദ്ധതികൾ അല്ലെങ്കിൽ ഈ ബോഡികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വികസിത രാജ്യങ്ങളാണ്, അല്ലേ? ദേശീയവും അന്തർദേശീയ തലത്തിലുള്ള വിവിധ പ്രോജക്റ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC, എക്സിം ബാങ്ക് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ലോകത്തുള്ള സാമ്പത്തികപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന പ്രദേശം അല്ലെങ്കിൽ രാജ്യം, ആ രാജ്യത്തുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പകളും ഗ്രാൻറ്റുകളും എന്ത് ചെയ്യുന്നു? ഈ സ്ഥാപനം നൽകുന്നത് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ആണ് ഈ സ്ഥാപനങ്ങൾ നൽകുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സാധാരണഗതിയിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ ഉള്ള അധ്യായങ്ങളിൽ താരതമ്യേന അല്പം ബുദ്ധിമുട്ട് ഉള്ള ഒരു അധ്യായം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായമാണ്. എങ്കിലും നമ്മൾ അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻസിങ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ മാർഗങ്ങളിലൂടെ പണം സ്വരൂപിക്കാം അതിനെക്കുറിച്ച് 2 മാർഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തത് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, അന്തർദേശീയ മൂലധന വിപണി. അന്തർദേശീയ മൂലധന വിപണിയിൽ നിന്നും പൈസ കളക്ട് ചെയ്യുക. മൾട്ടിനാഷണൽ കമ്പനീസ് ഡിപ്പെൻഡ് അപ്പോൺ സൈസബിൾ ബോറോയിങ്സ് ഇൻ റുപ്പീസ് ആസ് വെൽ ആസ് ഇൻ ഫോറിൻ കറൻസി. ബഹുരാഷ്ട്ര കമ്പനികൾ വളരെ വലിയ തരത്തിൽ അവർ പണം എന്ത് ചെയ്യുന്നു? കടം വാങ്ങിക്കുന്നു. എന്താണ്? റുപ്പീസിലും അതുപോലെ തന്നെ ഫോറിൻ കറൻസിയിലും, അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ നാണയത്തിലും അതുപോലെ തന്നെ മറ്റ് രാജ്യത്തിൻ്റെ നാണയങ്ങളിലും. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്
എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 ടേമുകളാണ് ADR, GDR, അതുപോലെ IDR, അതുപോലെ FCCB. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ രണ്ടുമാണ് ADRും GDRും. ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഉദാഹരണമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ആ കമ്പനിക്ക് അമേരിക്കയിൽ നിന്നും എന്ത് ചെയ്യണം? പൈസ കളക്ട് ചെയ്യണം. അമേരിക്കൻ വിപണിയിൽ, അല്ലെങ്കിൽ അമേരിക്കയിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യണം. അപ്പോൾ സാധാരണ നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, അല്ലേ? ഇന്ത്യക്കകത്തുള്ളൊരു കമ്പനി അവരെന്ത് ചെയ്യുന്നു? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് അമേരിക്കയിൽ നിന്നും, അല്ലെങ്കിൽ അമേരിക്കയിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും പണം അവർക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കും, അല്ലേ? അങ്ങനെ ഒത്തിരി പണം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കളക്ട് ചെയ്യണമെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അവരുടെ രാജ്യത്തിനകത്തുള്ള ഒരു ഡെപ്പോസിറ്ററി ബാങ്ക് അവരെ സമീപിക്കണം, അല്ലേ? അവരെ സമീപിച്ച് എന്ത് ചെയ്യുന്നു? എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താണോ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഇക്വിറ്റി ഷെയർ അവരെന്ത് ചെയ്യുന്നു? ആ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്ന അവരുടെ രാജ്യത്തിനകത്തുള്ള ഒരു ബാങ്കിനെ സമീപിച്ച് അവർ ഇക്കാര്യം പറയുകയും എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് അത്രയും ഷെയർ ആരെ ഏൽപ്പിക്കുകയും ചെയ്യും? ആ ബാങ്കിനെ ഏൽപ്പിക്കുകയും ചെയ്യും. ആ ബാങ്ക് വിദേശ രാജ്യത്തുള്ള അവരുടെ ഇവരുടെ ശാഖയോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതായിരിക്കും, ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, മറ്റ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇവരുടെ ഒരു ശാഖയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബാങ്കിനെയോ ഇക്കാര്യം അറിയിക്കുകയും അവർക്ക് ഇന്ത്യയിലുള്ള കമ്പനി ഇവരെ ഏൽപ്പിച്ച ഷെയർ അതിന് അല്ലേ എത്ര ഷെയറാണ് ഏൽപ്പിച്ചത് ഇക്കാര്യം അവരെ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കയിലെ ഡെപ്പോസിറ്റ് റെസിപ്റ്റിനാണ് കാര്യം അറിയിച്ചതെന്ന് നമുക്ക് ഒരു ഉദാഹരണം പറയാം. എങ്കിൽ അമേരിക്കയിലുള്ള ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആ ബാങ്ക് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള കസ്റ്റമേഴ്സ്, ആ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള കസ്റ്റമേഴ്സിനെ ഇക്കാര്യം അറിയിക്കുകയും അപ്പോൾ അവരിലൂടെ എന്ത് ചെയ്യുന്നു? പൈസ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ ബാങ്കിൽ പൈസ നൽകുന്നു. ബാങ്ക് അതിന് പകരമായിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? ഒരു റെസിപ്റ്റ് നൽകുന്നു. അതിനെയാണ് നമ്മൾ അമേരിക്കയാണെങ്കിൽ ADR ആണ്. അമേരിക്ക ഒഴിച്ചുള്ള രാജ്യത്തിലാണ് GDR നമ്മൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നാണ് നമുക്ക് പൈസ കളക്ട് ചെയ്യേണ്ടതെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യുന്ന റെസിപ്റ്റ് ADRും അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന റെസിപ്റ്റിനെ GDR എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അതെങ്കിൽ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇക്കാര്യം കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ GDRൻ്റെ ഒരു പിക്ചർ ഞാൻ നോക്കട്ടെ. അതൊന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ പിക്ചർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ADRും GDRും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ADR എന്ന് പറയുന്നത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പണം കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ADR ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അമേരിക്ക ഒഴിച്ചുള്ള മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ GDR ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ADRും GDR എന്നുള്ള വ്യത്യാസം. ADR അമേരിക്കയിൽ മാത്രമേ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. GDR എന്ന് പറയുന്നത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങളിലാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം ഇവിടെ. അപ്പോൾ ഇവിടെ ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനി ചിത്രം നിങ്ങൾ നോക്കുക. ഇന്ത്യയിലുള്ള ഒരു കമ്പനി കുറേ ഫണ്ട് ആവശ്യമുണ്ട്, അല്ലേ? വിദേശ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യണം? കുറേ ഫണ്ട് കളക്ട് ചെയ്യണം. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓവർസീസ് ഫണ്ട് റേസിങ്, വിദേശ രാജ്യത്തിൽ നിന്ന് പണം കളക്ട് ചെയ്യണം. അതാണ് ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനിയുടെ ഉദ്ദേശം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? എത്ര ഷെയർ ഇഷ്യൂ ചെയ്താണോ എത്ര ഇക്വിറ്റി ഷെയർ ആണോ അവർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഷെയർ അവർ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഇന്ത്യക്കകത്തുള്ള ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സാധാരണ ബാങ്ക് ആയിരിക്കും.
ആ ബാങ്കിന് എന്ത് ചെയ്യുന്നു, എത്ര ഷെയറാണോ അത്രയും ഷെയർ ഇന്ത്യൻ റുപ്പീസിലുള്ള, അല്ലേ, ഇന്ത്യൻ നാണയത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ ഡിനോമിനേറ്റഡ് ചെയ്തിട്ടുള്ള എത്രയും ഷെയറാണോ അത്രയും ഷെയർ ആരെ ഏൽപ്പിക്കുന്നു? ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ, വിദേശ രാജ്യത്ത് ശാഖയുള്ള ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക്, അല്ലേ, അതായിരിക്കും ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ, ആ ബാങ്കിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ ബാങ്ക് ഇക്കാര്യം എന്ത് ചെയ്യുന്നു? വിദേശത്ത് ഉള്ള അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അല്ല അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എന്ന് വെച്ചാൽ ഇവരുടെ ശാഖയായിരിക്കും ചിലപ്പോൾ, ആ ബാങ്കിനെ എന്ത് ചെയ്യുന്നു, ഈ കാര്യം അറിയിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഷെയർ എത്ര ഇക്വിറ്റി ഷെയറാണോ അവരുടെ കൈവശം കിട്ടിയത് അത്ര ഇക്വിറ്റി ഷെയർ അവരെന്ത് ചെയ്യുന്നു, അതിന് ഈ തത്തുല്യമായ അക്നോളജ്മെൻറ്റ് അവർ ആർക്ക് അയച്ചു കൊടുക്കുന്നു? ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ആ ബാങ്ക്. അപ്പോൾ ആ ബാങ്ക് എന്ത് ചെയ്യും? അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇക്കാര്യം അറിയിക്കുകയും, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? എത്ര തുകയും മറ്റു കാര്യങ്ങളെല്ലാം അറിയിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് സാധാരണഗതിയിൽ ഒരു എന്താണ് GDR എന്ന് അല്ല ADR എന്ന് പറയുന്നത് 10 ഇക്വിറ്റി ഷെയറിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഇക്കാര്യം ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? എവിടെയായിരിക്കും പൈസ നൽകുന്നത്? ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പണം നൽകുന്നത്. ഈ ബാങ്ക്, അല്ലേ, ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് പിന്നെ ഡീലിങ്സ് എന്ന് പറയുന്നത് നേരിട്ട് ഇന്ത്യൻ കമ്പനിയുമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചിത്രം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇക്കാര്യം കുറച്ചുകൂടെ ഒന്ന് അല്പം താരതമ്യേന ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ പിക്ചർ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ഒരു മിനിറ്റ്, ഇതിൽ GDR, ഓക്കെ, ഈ പിക്ചറൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആശയം കുറച്ചുകൂടെ വ്യക്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിക്കണമെങ്കിൽ, ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം ശേഖരിക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന 2 ഡോക്യുമെൻറ്റുകളാണ് ADR, GDR. അപ്പോൾ ADRും GDRും IDRും ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ടു റൈസ് ഫണ്ട് ഫ്രം ഓവർസീസ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? പണം സ്വരൂപിക്കുക. അപ്പോൾ ഇന്ത്യൻ കമ്പനി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള പിക്ചറിൽ പോകുന്ന റൊട്ടേഷൻ നിങ്ങൾ ആദ്യം ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനി അവരെന്ത് ചെയ്യുന്നു? അവർക്ക് വിദേശത്തു നിന്ന് ഫണ്ട് റേസ് ചെയ്യണം. അതിലേക്ക് വേണ്ടി അവർ ഇന്ത്യക്കകത്തുള്ള ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ, അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു അത് ഏതെങ്കിലും ബാങ്ക് ആയിരിക്കും. അപ്പോൾ ഡൊമസ്റ്റിക് കസ്റ്റോഡിയനെ സമീപിക്കുന്നു. അവ എത്ര ഷെയറാണോ, എത്ര ഇക്വിറ്റി ഷെയറാണോ വിദേശ രാജ്യത്ത് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഷെയർ അവരാരെ ഏൽപ്പിക്കുന്നു? ഇന്ത്യൻ റുപ്പീസിലുള്ള ഷെയർ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് കസ്റ്റോഡിയനെ അവരെന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കുന്നു. ഈ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ വിദേശ രാജ്യത്ത് അമേരിക്കയിലോ മറ്റു രാജ്യത്തോ പ്രവർത്തിക്കുന്ന ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിനെ ഇക്കാര്യം ഇൻഫോം ചെയ്യുന്നു. ഇത്രയും ഷെയർ കിട്ടിയ കാര്യം, ഇത്രയും രൂപ വിലയുള്ള ഇത്രയും ഷെയർ ഇന്ത്യക്കകത്തുള്ള ഇന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയ കാര്യം വിദേശത്തുള്ള അവരുടെ ഡെപ്പോസിറ്ററി ബാങ്കിനെ എന്ത് ചെയ്യുന്നു? അറിയിക്കുന്നു. ഈ വിദേശത്തുള്ള ഈ ബാങ്ക്, അല്ലെ, വിദേശത്ത് പ്രവർത്തിക്കുന്നവരുടെ ശാഖ എന്തെങ്കിലും, ആ ബാങ്ക് ഇക്കാര്യം ആ ബാങ്കിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുകയും, അപ്പോൾ ബാങ്ക് പറയുന്ന തുക ഇൻവെസ്റ്റേഴ്സ് ബാങ്കിൽ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്ന തുകയ്ക്ക് പകരമായിട്ട് ആ ഡെപ്പോസിറ്ററി ബാങ്ക് എന്ത് ഇഷ്യൂ ചെയ്യുന്നു? ഒരു അക്നോളജ്മെൻറ്റ്, സ്വീകരിക്കുന്ന തുകയ്ക്കുള്ള രസീത്. സ്വീകരിക്കുന്ന തുകയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു 10 ഷെയറിൻ്റെ ഒരു കൂട്ടമായിട്ടായിരിക്കും നൽകുന്നത്, അല്ലേ. അപ്പോൾ എത്ര രൂപയാണെന്ന് അപ്പോൾ ഓവർസീസ് ഡെപ്പോസിറ്റ് ബാങ്ക് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കും, അല്ലേ. അതിന് അറിയിച്ച പ്രകാരമുള്ള തുകയായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ തുകയ്ക്ക് പകരമായിട്ട് ഈ ബാങ്ക്, ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന ഒരു രസീത്, അക്നോളജ്മെൻറ്റ്, അല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്? അതാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. അമേരിക്കയിലുള്ള അതാണ് ഈ ബാങ്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന രസീതാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇനി ഈ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് നൽകുന്നത് അമേരിക്കയിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിനെ ADR എന്ന് വിളിക്കും. അമേരിക്ക ഒഴിച്ച് മറ്റേതെങ്കിലും രാജ്യത്ത് ആണ് ഈ കാര്യം നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ GDR എന്ന് വിളിക്കും. ഇതാണ്
കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി എന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, IDR, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. എന്താണ് IDR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം കാരണം തന്നെയാണ്. മറ്റൊരു രാജ്യത്തുള്ള ഒരു കമ്പനിക്ക് ഇന്ത്യക്കകത്ത് നിന്ന് പണം സ്വരൂപിക്കണമെങ്കിൽ, വിദേശത്തുള്ള ഒരു കമ്പനിക്ക് ഇന്ത്യക്കകത്ത് നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നതിലേക്ക് വേണ്ടി നൽകേണ്ട റെസിപ്റ്റാണ്, അതിനെയാണ് IDR എന്ന് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 3 കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ കമ്പനിക്ക് വിദേശത്ത് നിന്ന് പൈസ ശേഖരിക്കണം. ഇന്ത്യക്കകത്തുള്ള കമ്പനിക്ക് വിദേശത്ത് നിന്ന് പണം ശേഖരിക്കണമെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അമേരിക്കയോ ബ്രിട്ടനോ അല്ലേ, അവിടെ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നേരിട്ട് പണം സ്വരൂപിക്കാനുള്ള അധികാരം ഇന്ത്യക്കകത്തുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള കമ്പനിക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് നേരിട്ട് ആൾക്കാരിൽ നിന്ന് പണം കളക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അവർക്ക് ഇടനിലക്കാരിലൂടെ മാത്രമേ, അല്ലേ. അപ്പോൾ ഈ കമ്പനിക്കും ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്കും ഷെയർ വാങ്ങിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും ഇടയിൽ 2 പേരുണ്ട്, അല്ലേ. ആരൊക്കെയാണ്? ഒന്ന് ഡൊമസ്റ്റിക് കസ്റ്റോഡിയനുണ്ട്, പിന്നെ വിദേശ രാജ്യത്തുള്ള ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക്. അപ്പോൾ ഇക്കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം ADR, GDR, IDR, ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ചോദിക്കാം. ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തുള്ള ഒരു കമ്പനിക്ക് മറ്റൊരു രാജ്യത്തിൽ നിന്നും പണം കളക്ട് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന 3 റെസിപ്റ്റുകളാണ് GDR, ADR, IDR. അപ്പോൾ നമ്മൾ നോട്ട്സിലേക്ക് പോകാം. GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന റെസിപ്റ്റുകളാണ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്, GDR ആണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് എബ്രോഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം വിദേശത്ത്, ഇഷ്യൂഡ് എബ്രോഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി. ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനി വിദേശ രാജ്യത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത്. ആര് മുഖേന? ത്രൂ ആൻ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക്. ഓവർസീസ് ഡെപ്പോസിറ്റ് ബാങ്ക് മുഖേന. ഒരു മിനിറ്റ്, നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട്, അപ്പം ഞാനൊന്ന് ഇതാ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ GDR, ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് എബ്രോഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ത്രൂ ആൻ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക്. ഓവർസീസ്, വിദേശത്തുള്ള ഒരു ഡെപ്പോസിറ്ററി ബാങ്ക് മുഖേന ഇന്ത്യയിലുള്ള ഒരു കമ്പനി വിദേശത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് GDR. എന്തിനാണത് ഇഷ്യൂ ചെയ്യുന്നത്? ടു റൈസ് ഫണ്ട്സ് ഫ്രം ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യത്തിൽ നിന്ന് പണം ശേഖരിക്കുന്നതിലേക്ക് വേണ്ടി. ആൻഡ് ഈസ് ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ എ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതിനെ GDR എവിടെ ലിസ്റ്റ് ചെയ്തിരിക്കണം? ഒരു വിദേശ രാജ്യത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കണം, അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ക്യാരി എനി വോട്ടിംഗ് റൈറ്റ്. നമുക്കറിയാം, ഇന്ത്യക്കകത്തുള്ള കമ്പനി അവരുടെ ഇന്ത്യൻ രൂപയിലുള്ള ഇക്വിറ്റി ഷെയറിനെയാണ് വിദേശത്ത് ഇന്ത്യൻ രൂപയിലുള്ള ഇക്വിറ്റി ഷെയറായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വിദേശത്തുള്ള ആൾക്കാർക്ക് അവരുടെ കയ്യിലെത്തുമ്പോൾ ഇത് ഏതിൻ്റെ രൂപത്തിലാണ് എത്തുന്നത്? GDRൻ്റെ അല്ലെങ്കിൽ ADRൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ആ GDR, ADR കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ബെനിഫിറ്റ്? അവർക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓട്ടവകാശം ഇല്ല. ഇന്ത്യക്കകത്തുള്ള കമ്പനിയിൽ അവർക്ക് ഓട്ടവകാശം ഇല്ല. പക്ഷേ അവർക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. ഇന്ത്യക്കകത്തുള്ള GDR ഇഷ്യൂ ചെയ്ത്, അല്ലേ, ആ കമ്പനിക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഡിവിഡൻഡ് കിട്ടും. അതിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതിൻ്റെ മൂല്യവും എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടും. ഇറ്റ് ഈസ് യൂഷ്വലി സീൻ ഇൻ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് സാധാരണ കാണുന്നത്. ഏത്? ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇന്ത്യക്കകത്തുള്ള കമ്പനികളും ഗ്ലോബൽ GDR യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് എന്താണ് ADR എന്ന് നോക്കാം. അമേരിക്കൻ
ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റും ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളെ, അല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രം ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളെ ADR എന്നും, അമേരിക്ക ഒഴിച്ച് മറ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും അല്ലേ നമുക്ക് ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളെ GDR എന്നും വിളിക്കുന്നു. GDR ഒരിക്കലും എവിടെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? അമേരിക്കയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ADR ഒരിക്കലും അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങളിലും പറ്റില്ല. ADR ആണ് നമ്മൾ പഠിക്കുക. ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഇൻ ദ USA. അമേരിക്കയിലുള്ളൊരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളെ നമ്മൾ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് വിളിക്കും. ADRs ആർ ബ്രോട്ട് ആൻഡ് സോൾഡ് ഇൻ അമേരിക്കൻ വിപണിയിലായിരിക്കും ADR വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു എ GDR. ഇതൊരു GDRന് സമാനമാണ് അല്ലേ, എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ടു അമേരിക്കൻ സിറ്റിസൺസ്. അമേരിക്കൻ പൗരന്മാർക്ക് മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് ക്യാൻ ബി ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് USA. അമേരിക്കയിൽ മാത്രം ലിമിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റാണ് ADR എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ADR ഒരു കാരണവശാലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത് പഠിക്കേണ്ടത് IDR, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അപ്പോൾ IDR എന്ന് പറഞ്ഞാൽ ഇതും എന്ത് തന്നെയാണ്? ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റാണ്. പക്ഷേ ഇന്ത്യക്കകത്ത് ഇഷ്യൂ ചെയ്യുന്ന, ഇന്ത്യൻ റുപ്പീസിൽ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള. നമുക്കറിയാം അമേരിക്കയിൽ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു റെസിപ്റ്റ് എന്തായിരിക്കും? ഡോളറിൽ ഡിനോമിനേറ്റഡ് ആയിരിക്കും അല്ലേ? അത് ഡോളറിൻ്റെ വിലയായിരിക്കും അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റാണ് IDR എന്നറിയപ്പെടുന്നത്. അത് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തുക എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും. It is a financial instrument denominated in Indian rupees in the form of depository receipt. Depository receipt രൂപത്തിൽ ഇന്ത്യൻ റുപ്പീസിൽ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് IDR. It is created by an Indian depository to enable a foreign company to raise funds from the Indian securities market. ഉദാഹരണത്തിന് കാനഡയിലുള്ള ഒരു കമ്പനിക്ക് ഇന്ത്യക്കകത്ത് നിന്ന് ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് IDR മുഖേന പറ്റും. അവരെന്ത് ചെയ്യണം? കാനഡയിലുള്ള ഒരു കസ്റ്റോഡിയൻ്റെ കൈവശം അവരെന്ത് ചെയ്യണം? ഷെയറുകൾ ഏൽപ്പിക്കണം. ആ കസ്റ്റോഡിയൻ ഇന്ത്യക്കകത്തുള്ള അവരുടെ ബ്രാഞ്ച്, ശാഖ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന അവരുടെ ഡെപ്പോസിറ്ററി ബാങ്ക് ബാങ്കിന് ഇക്കാര്യം അറിയിക്കുകയും അവർ മുഖേന ഇന്ത്യയിലെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തുള്ള ആൾക്കാർക്ക് ഡെപ്പോസിറ്ററി ബാങ്ക് എന്ത് ഇഷ്യൂ ചെയ്യും? IDR ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ഇന്ത്യക്കകത്തുള്ള ആൾക്കാരുടെ പൈസ കളക്ട് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? കാനഡയിലുള്ള കമ്പനിക്ക് കിട്ടുന്നു. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഇന്ത്യക്കകത്ത് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്പോസിറ്ററി റെസിപ്റ്റുകളാണ് IDR എന്നറിയപ്പെടുന്നത്. ഇനി നാലാമത്തെ മറ്റൊരു മാർഗം, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അന്തർദേശീയ മൂലധന വിപണിയിൽ നിന്നും പണം ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും പണം ശേഖരിക്കുന്നുള്ള 4 മാർഗ്ഗങ്ങളാണ്. അതിൽ 3 പഠിച്ചു. നാലാമത്തത് ഫോറിൻ കറൻസി കൺവെർട്ടിബിൾ ബോണ്ട്സ്, FCCB, ഫോറിൻ കറൻസി കൺവെർട്ടിബിൾ ബോണ്ട്സ്. ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനിക്ക് അവരുടെ ഡിബഞ്ചറുകളാണ് സാധാരണ ബോണ്ടുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യക്കകത്തുള്ളൊരു കമ്പനിക്ക് സാധാരണഗതിയിൽ ഇന്ത്യക്കകത്ത് മാത്രമാണ് അവർക്ക് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത്, ബോണ്ടുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് വിദേശ രാജ്യത്ത് നിന്നും ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫോറിൻ കറൻസി കൺവെർട്ടിബിൾ ബോണ്ട്സ്. ഫോറിൻ കറൻസി FCCB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ കമ്പനി മറ്റൊരു രാജ്യത്ത് എന്ത് ചെയ്യുന്നു? ബോണ്ടുകൾ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യാം. ഈ നമ്മൾ ഇപ്പോൾ 5 വർഷത്തെ ഒരു കാലാവധിയിലേക്കാണ് ഞാൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്തതെങ്കിൽ 5 വർഷം വരെ ഞാൻ ഏത് രാജ്യത്തിൽ നിന്നാണോ പൈസ കളക്ട് ചെയ്തത് അവിടെയുള്ള എൻ്റെ ഡിബഞ്ചർ കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. 5 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചു കൊടുക്കണം. പക്ഷേ FCCBയുടെ കേസിൽ 5 വർഷം കഴിയുമ്പോൾ ആ ബോണ്ടിനെ അല്ലെങ്കിൽ ആ ഡിബഞ്ചറിനെ നമുക്ക് എന്തായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അതാണ് FCCBയുടെ പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നമ്മൾ വാങ്ങിച്ച പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കണ്ട, അതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്താൽ മതി. അപ്പോൾ തത്തുല്യത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നില്ല.
ഇന്ത്യക്കകത്തുള്ള ഒരു കമ്പനി കാനഡയ്ക്കകത്തുള്ള എന്ത് ചെയ്തു, കുറേ ആൾക്കാർക്ക് FCC ഫോറിൻ കറൻസി കൺവെർട്ടഡ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര കാലത്തേക്ക് വേണ്ടിയാണോ ഇഷ്യൂ ചെയ്ത് അത്രയും കാലം അവർക്ക് പലിശ കൊടുക്കണം, അല്ലേ? ഡിബെഞ്ചർ കടപ്പത്രം അല്ലേ, പലിശ കൊടുക്കണം. ആ പീരീഡ് പൂർത്തിയാകുമ്പോൾ നോർമൽ കേസിൽ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അങ്ങ് തിരിച്ചു കൊടുക്കണം. ഒരു ഡിബെഞ്ചറിന് 1000 രൂപയ്ക്കുള്ള ഡിബെഞ്ചർ ആണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ 1000 രൂപ ഡിബെഞ്ചർ ഹോൾഡർക്ക് കൊടുത്തിട്ട് ഡിബെഞ്ചർ തിരിച്ചു വാങ്ങിക്കും കമ്പനി. അങ്ങനെയാണ് അല്ലേ സാധാരണ. പക്ഷേ FCCBയുടെ കേസിലാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ ഡിബെഞ്ചർ എന്തായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നു? ഇക്വിറ്റി അല്ലെങ്കിൽ അല്ലേ, ഒരു സ്പെസിഫിക് പീരീഡ് കഴിയുമ്പോൾ അതിന് ഇക്വിറ്റി ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡെപ്പോസിറ്റ് റെസിപ്റ്റുകളായിട്ടോ എന്ത് ചെയ്യുന്നു? കൺവെർട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് FCCBയുടെ പ്രത്യേകത. ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്സ് ആർ ഇക്വിറ്റി ലിങ്ക്ഡ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. ഇക്വിറ്റി ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ് FCCB. ദാറ്റ് ആർ ടു ബി കൺവെർട്ടഡ് ഇൻറ്റു ഇക്വിറ്റി ഓർ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ അതിനെ ഇക്വിറ്റി ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആയിട്ടോ അത് മാറ്റപ്പെടുന്നു. എ ഹോൾഡർ ഓഫ് FCCB ഹാസ് ദ ഓപ്ഷൻ to either convert them into equity shares at a predetermined price or exchange rate. FCCB കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളിന് ഉള്ള ഓപ്ഷൻ, ഒന്നുകിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അതിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാം. മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു തുകയ്ക്കുള്ള ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യും. അല്ലെങ്കിൽ റീറ്റെയിൻ ദ ബോണ്ട്സ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും കാലയളവ് കൂട്ടി ബോണ്ടിൽ തന്നെ എന്ത് ചെയ്യാം? തുക നിലനിർത്താം. FCCBs are similar to the convertible debentures issued in India. ഇന്ത്യക്കകത്ത് ഇഷ്യൂ ചെയ്യുന്ന കൺവെർട്ടിബിൾ ഡിബെഞ്ചേഴ്സിന് സമാനമാണ് FCCB എന്ന് പറയുന്നത്. എന്താ നമുക്കറിയാം, എന്താണ് കൺവെർട്ടിബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബെഞ്ചറുകളാണ് കൺവെർട്ടിബിൾ ഡിബെഞ്ചേഴ്സ്. അപ്പോൾ FCCB അല്ലെങ്കിൽ ഫോറിൻ കറൻസി കൺവെർട്ടിബിൾ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ, ഒരു സ്പെസിഫിക് പീരീഡ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആയിട്ടോ കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? FCCB എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്തുള്ള കൺവെർട്ടിബിൾ ഡിബെഞ്ചേഴ്സിന് ഈക്വലാണ് FCCB എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ട്സ്. അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 4 പറഞ്ഞു: ADR, GDR, അതുപോലെ തന്നെ FCCB. അതുപോലെ തന്നെ ADRും GDRും തമ്മിലുള്ള അപ്പോൾ ഈ ഒരു പിക്ചറിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ADRും GDRും തമ്മിലുള്ള കമ്പാരിസൺ, ഡിഫറൻസ്, നമുക്കത് അത് ചില ഡിഫറൻസുകൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വിട്ടുപോയതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരും. ഓക്കെ, അപ്പോൾ ADRും GDRും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്, അല്ലേ? നമുക്ക് അറിയാം, ADR എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. GDR എന്ന് പറയുന്നത് അമേരിക്ക ഒഴിച്ചുള്ള വിദേശ രാജ്യങ്ങളിൽ. നമുക്ക് ഡിഫറൻസ് നോക്കാം. ADR ഈസ് an abbreviation for American Depository Receipt. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന വാക്കിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് ADR എന്ന് പറയുന്നത്. വേറെസ് അതേസമയം GDR എന്ന് പറയുന്നത് ഇസ് ദ അക്രോണിം ഫോർ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് GDR. രണ്ടാമത്തെ ഡിഫറൻസ്, ADR ഈസ് എ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് issued by a US depository bank. അമേരിക്കയിലുള്ള ഒരു ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന റെസിപ്റ്റാണ്. എഗെയിൻസ്റ്റ് എ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് നോൺ US കമ്പനി സ്റ്റോക്ക്. അമേരിക്ക പുറത്തുള്ള ഏതെങ്കിലും രാജ്യം, അല്ലേ? അപ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു എത്രയെങ്കിലും എണ്ണം ഷെയറിന് തത്തുല്യമായിട്ട് അമേരിക്കകത്തുള്ള ഒരു ഡെപ്പോസിറ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന റെസിപ്റ്റാണ് ADR എന്ന് പറയുന്നത്. GDR ആണെങ്കിലോ ഇസ് എ നെഗോഷിയേഷൻ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ഇന്റർനാഷണൽ ഡെപ്പോസിറ്റ് ബാങ്ക് റെപ്രസെൻറ്റിംഗ് ഫോറിൻ കമ്പനി സ്റ്റോക്ക് ദാറ്റ് ആർ ഓഫേർഡ് ഫോർ സെയിൽ ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. GDR ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ADR ഇഷ്യൂ ചെയ്യുന്ന അമേരിക്കയിലുള്ള കമ്പനി. അപ്പോൾ GDR ആണെങ്കിലോ ഇന്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്ക്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒഴിച്ചുള്ള ഏത് രാജ്യത്തെയും ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ചെയ്തായിരിക്കും GDR എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ADR ഫോറിൻ കമ്പനീസ് ക്യാൻ ട്രേഡ്. ADRൻ്റെ സഹായത്തോടുകൂടി വിദേശ കമ്പനികൾക്ക് അമേരിക്കയ്ക്കകത്ത് എന്ത് ചെയ്യാം, അമേരിക്കയ്ക്കകത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യാം. നേരെ മറിച്ച് GDRൻ്റെ സഹായത്തോടുകൂടി വിദേശ കമ്പനികൾക്ക് അമേരിക്ക ഒഴിച്ച് ഉള്ള ഏത് രാജ്യത്തു നിന്നും ഫണ്ട് കളക്ട് ചെയ്യാം. ഓക്കെ, ADR ഈസ് ഇഷ്യൂഡ് ഇൻ അമേരിക്ക. ADR ഇഷ്യൂ ചെയ്യുന്ന അമേരിക്കയിലാണ്. അതേസമയത്ത് GDR ഇഷ്യൂ ചെയ്യുന്ന പ്രധാനമായിട്ട് യൂറോപ്പിലാണ്, അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങളിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഒരു കാര്യം കൂടെയാണ് പഠിക്കാനുള്ളത്. ഏറ്റവും അവസാനമായിട്ട് നമുക്കുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഒരു കമ്പനിക്ക് പണം ആവശ്യമാണ് അല്ലേ, പല കാര്യങ്ങൾക്ക് പണം ആവശ്യമാണ്. അപ്പോൾ എത്ര രൂപയാണ് ആവശ്യമുള്ളത് എന്ന് അന്ന് അവർ തിട്ടപ്പെടുത്തി. അതിനുശേഷം ഒത്തിരി സോഴ്സസ് ഉണ്ട് അല്ലേ, ഇന്ത്യക്കകത്തു നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് കളക്ട് ചെയ്യാം. ഒത്തിരി സോഴ്സസ് അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സ് അവർ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് താഴെ പറയുന്ന കാര്യങ്ങൾ അവർ പരിഗണിച്ചിരിക്കണം. ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആർ. ഒരു കമ്പനി പണം കളക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്ന് പണം കളക്ട് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, കോസ്റ്റ്. നമുക്കറിയാം 10 സോഴ്സ് ഉണ്ടെങ്കിൽ 10 സോഴ്സിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്. ഇനി ഡിബെഞ്ചറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. ബാങ്ക് ലോൺ, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് ലോണിന് കൊടുക്കുന്ന പലിശ. അപ്പോൾ നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് പണം ശേഖരിക്കുമ്പോൾ നമുക്ക് അതിനുണ്ടാകുന്ന ചിലവ് എന്താണോ അതിനാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സോഴ്സിനും ഓരോ തരത്തിലുള്ള കോസ്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പം ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കുറവാണ്, അതേസമയം ബാങ്ക് ലോൺ ആണെങ്കിൽ കോസ്റ്റ് കൂടുതലാണ് അല്ലെ, പല തരത്തിലുള്ളതാണ്. ദ കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് കോസ്റ്റ് ഓഫ് യൂട്ടിലൈസിങ് ദ ഫണ്ട്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ ഡിസൈഡിങ് അബൌട്ട് ദ സോഴ്സ് ഓഫ് ഫണ്ട്സ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം ഏത് സോഴ്സിൽ കൂടെ പണം കളക്ട് ചെയ്യണം എന്ന് തീരുമാനം എടുക്കുന്നതിന് മുൻപ് എന്താണ് കോസ്റ്റ്, പണം പ്രൊക്യൂർ ചെയ്യാനുണ്ടാകുന്ന കോസ്റ്റിനെ കുറിച്ച് അവരെന്ത് ചെയ്യണം, പരിഗണിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ സോഴ്സ് ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. 2, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ്. സാമ്പത്തികപരമായിട്ടുള്ള സ്ട്രെങ്തും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ സ്ഥിരതയും. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ധനപരമായിട്ട് നല്ലൊരു പൊസിഷനിൽ ഉള്ളൊരു സ്ഥാപനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാമാസം അവർക്കെന്താണ്, മോശമല്ലാത്ത രീതി നടന്നു പോകുന്നുണ്ട്, പലിശ കൊടുക്കാനൊക്കെ പണമുണ്ട്. മോശമല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർ എന്താണ്, ബോറോഡ് ഫണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബോറോഡ് ഫണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, കൃത്യമായിട്ട് എല്ലാ മാസവും പലിശ കൊടുക്കണം, പക്ഷേ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. എത്രയാണോ എമൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് അത് മാത്രം കൊടുത്താൽ മതി. ലാഭം കൂടുതലായാലും നമ്മൾ അതിനനുസരിച്ച് കൊടുക്കണ്ട. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും. ഇഫ് ദ ബിസിനസ് ഹാവ് സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ടു പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ ടൈം. ബിസിനസ് സ്ഥാപനത്തിന് പണം കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് പലിശയും മുതലും കൃത്യസമയത്ത് കൊടുക്കാനുള്ള കഴിവുള്ള സ്ഥാപനമാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ബോറോഡ് ഫണ്ട് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദേ ക്യാൻ ഡിപ്പെൻഡ് മോർ ഓൺ ബോറോഡ് ഫണ്ട്സ്. മൂന്നാമത്തെ, ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ്. സ്ഥാപനത്തിൻ്റെ രൂപം, കമ്പനിയാണോ പാർട്ട്ണർഷിപ്പാണോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണോ അല്ലേ. ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ്, നിയമപരമായിട്ടുള്ള പദവി, അത് നമ്മൾ പരിഗണിക്കണം. എല്ലാവർക്കും ഈ സോൾ പ്രൊപ്പറേറ്ററിനോ പാർട്ട്ണർഷിപ്പിനോ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിക്കോ ഒന്നും ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഷെയർ ഇഷ്യൂ ആണെങ്കിൽ കമ്പനിക്കേ പറ്റുള്ളൂ. ഓക്കെ, ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസസ് ദ ചോയ്സ് ഓഫ് എ സോഴ്സ് ഫോർ റേസിംഗ് മണി. സ്ഥാപനത്തിൻ്റെ രൂപം, അതൊരു ലീഗൽ സ്റ്റാറ്റസ്, ഇതെല്ലാം ഏതൊക്കെ സോഴ്സിൽ നിന്ന് പണം ശേഖരിക്കണം എന്നുള്ള അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് കനോട്ട് റൈസ് ക്യാപിറ്റൽ ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനും പാർട്ട്ണർഷിപ്പിനും ഒരിക്കലും ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യാൻ പറ്റില്ല.
കമ്പനി ക്യാൻ റേസ് ക്യാപിറ്റൽ ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ്. കമ്പനികൾക്ക്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് ഷെയറുകളും ഡിവെഞ്ചറുകളും ഇഷ്യൂ ചെയ്ത് പണം സ്വരൂപിക്കാൻ സാധിക്കും. 4ാമത്തെ പോയിന്റ്, പർപ്പസ് ആൻഡ് ടൈം പീരീഡ്. എന്ത് ഉദ്ദേശത്തിലേക്ക് വേണ്ടിയാണ് പണം ആവശ്യമായിട്ടുള്ളത്, എത്ര പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എത്ര പീരീഡിലേക്ക് വേണ്ടിയാണ് പണം ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ഉദ്ദേശത്തിലേക്ക് വേണ്ടിയാണ് പണം ആവശ്യമുള്ളത്, എത്ര കാലത്തേക്ക് വേണ്ടിയാണ് പണം ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ദീർഘകാലത്തേക്ക് വേണ്ടിയാണ് പണം ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, പണം ശേഖരിക്കാൻ. സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആർ സെലക്റ്റഡ്. നമ്മൾ ഈ ഫണ്ടിൻ്റെ ഏത് ഉറവിടത്തിൽ നിന്ന് പണം സ്വീകരിക്കണം എന്നുള്ള ആ സോഴ്സ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് ഫോർ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. എത്ര കാലയളത്തിലേക്ക് വേണ്ടിയാണോ അത് ശേഖരിക്കുന്ന പണം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പീരീഡ് കണക്കിലെടുക്കണം. ഷോർട്ട് ടേം ഫണ്ട്സ് ആർ മെറ്റ് ത്രൂ ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ എക്സെട്ര. നമ്മൾ ഹ്രസ്വകാലത്തേക്ക് വേണ്ടിയാണ് പണം ആവശ്യമെങ്കിൽ ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ ഇതൊക്കെ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്താൽ മതി. ലോങ് ടേം ഫിനാൻസ് ആണെങ്കിലോ ഷെയറുകളും ഡിവെഞ്ചറുകളും ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ്, റിസ്ക് പ്രൊഫൈൽ, നഷ്ടസാധ്യത. ബിസിനസ് ഷുഡ് ഇവാലുവേറ്റ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ഈച്ച് സോഴ്സസ്. ഓരോ സോഴ്സിലും ഇൻവോൾവ് ചെയ്യുന്ന റിസ്ക്, അല്ലേ, റിസ്ക് പോസിബിലിറ്റീസ് ആര് വിലയിരുത്തണം, കമ്പനികൾ വിലയിരുത്തണം. ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ദ റിസ്ക് ഇൻവോൾവ് ഈസ് വെരി ലോ. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താണ് പൈസ കളക്ട് ചെയ്യുന്നതെങ്കിൽ റിസ്ക് വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നാൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന അതിനെ സംബന്ധിച്ചോളം ക്യാപിറ്റൽ എപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി, കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ. ഇനി ഡിവിഡൻറ്റിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ. ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ദ റിസ്ക് ഇൻവോൾവ്ഡ് ഈസ് വെരി ലോ ബിക്കോസ് ദ ക്യാപിറ്റൽ ഈസ് ടു ബി റീപെയ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആൻഡ് നീഡ് നോട്ട് പേ ഡിവിഡൻറ്റ് ഇഫ് ദർ ഈസ് നോ പ്രോ. ലാഭം അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം തുക അത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താണ് പൈസ കളക്ട് ചെയ്യുന്നതിൽ ഒട്ടും റിസ്ക് ഇല്ല. അതേസമയത്ത് ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്താണ് പൈസ കളക്ട് ചെയ്യുന്നതിൽ റിസ്ക് ഉണ്ട്. കാരണം എന്താണ്, ഒരു മാസം ലാഭമില്ലെങ്കിൽ ആ മാസം പലിശ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ കടമെടുത്ത് കൊടുക്കേണ്ടി വരും. അടുത്ത മാസവും ലാഭമില്ലെങ്കിൽ വീണ്ടും കടമെടുക്കേണ്ടി വരും. ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, അല്ലേ. നെക്സ്റ്റ്, എഫക്റ്റ് ഓൺ ക്രെഡിറ്റ് വർത്തീനസ്. ചില സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. ഡിപ്പെൻഡൻസ് ഓൺ സം സോഴ്സ് ഓഫ് ഫണ്ട്സ് മേ അഫക്റ്റ് ദ ക്രെഡിറ്റ് വർത്തീനസ് ഓഫ് ദ ഫേം. ചില സോഴ്സുകളെ അല്ലെങ്കിൽ ചില മാർഗങ്ങളിലൂടെ പണം സ്വരൂപിക്കുന്നത് സ്ഥാപനത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയെ എന്ത് ചെയ്യും, ബാധിക്കും. ഇഫ് ദ ഫേം റേസ് മോർ ഫണ്ട്സ് ത്രൂ സെക്വേർഡ് ഡിബഞ്ചേഴ്സ്. എന്താണ് സെക്വേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഈടിന്മേൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത പൊതുജനങ്ങളിൽ നിന്ന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുന്നു. പക്ഷേ ആ പൈസ കളക്ട് ചെയ്യുന്ന തുകയ്ക്ക് തത്തുല്യമായിട്ട് നമ്മൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ഈട് നൽകുക കൂടെ ചെയ്യുന്നു. എന്തെങ്കിലും അസറ്റോ മെഷറീസോ എന്തെങ്കിലും ഏതെങ്കിലും ഈട്, അല്ലേ, ഈടായിട്ട് വയ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് എടുത്തുകൊണ്ട് പോകാം ഇവിടെ നിന്ന്, ഈ അസറ്റ് വിറ്റ് പണം എടുക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് ദ ഫേം റേസ് മോർ ഫണ്ട്സ് ത്രൂ സെക്വേർഡ് ഡിബഞ്ചേഴ്സ് മുഖേന കൂടുതൽ ഫണ്ട് ഫേം റേസ് ചെയ്യുകയാണെങ്കിൽ ദ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ആർ നോട്ട് റെഡി ടു എക്സ്റ്റെൻഡ് ഫർദർ ക്രെഡിറ്റ്സ് ടു ദ ഫേം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആരാണ്? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ്, അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥാപനത്തിന് പണം കടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കടം കൊടുത്ത പണത്തിന് ഒരു തരത്തിലുള്ള ജാമ്യവും കമ്പനി ഈ ക്രെഡിറ്റേഴ്സിന് നൽകിയിട്ടില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ മറ്റു കുറേ പേർക്ക് കമ്പനി എന്ത് ചെയ്തു, ഈടായിട്ട് അസറ്റുകൾ നൽകുന്നു, നമുക്ക് മാത്രം നൽകുന്നില്ല. കമ്പനി അവിടെ ഇരിക്കുന്ന അസറ്റുകളെല്ലാം മറ്റ് കുറേ ആൾക്കാർക്ക് ഈടായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റുകളെ വിറ്റ് അവരെടുക്കും, നമുക്ക് 5 പൈസ കിട്ടൂല, അല്ലേ. അങ്ങനെ വരുമ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യൂല, കൂടുതലായിട്ട് പൈസ കമ്പനിക്ക് കൊടുക്കാൻ മടിക്കും. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഒരു പൈസയും തിരിച്ചു കിട്ടില്ല. 8ാമത്തത്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസ്. Restrictive provisions, detailed investigation and documentation are required for borrowing from banks. ബാങ്കിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നതിന് ഒത്തിരി തടസ്സങ്ങളും വ്യവസ്ഥകളും ആവശ്യമാണ്. സോ ബിസിനസ് മേ പ്രിഫർ അതർ സോഴ്സ് ഓഫ് ഫണ്ട്സ് വിത്ത് ലീസ്റ്റ് പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ്. അതുകൊണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ പലപ്പോഴും പ്രിഫർ ചെയ്യുന്നത്
നടപടിക്രമങ്ങൾ കുറവായ മറ്റ് സോഴ്സുകളായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസ്, എളുപ്പത്തിൽ കിട്ടുന്നതും അയവുള്ളതുമായ സോഴ്സ് ആയിരിക്കണം. നെക്സ്റ്റ്, ടാക്സ് ബെനിഫിറ്റ്സ്, നികുതി ഇളവ് ലഭിക്കുന്നതും കൂടെ ആയിരിക്കണം. ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആ ഡിവിഡൻഡ് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ് ആർ ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ട്. പക്ഷേ ലോണുകൾക്ക് ഒക്കെ കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. എന്താണ് ഈ ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം എന്ന് വെച്ചാൽ, നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഏതെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഡിവിഡൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കാണിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്, പ്രിഫറൻസ് ഷെയറിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സും ലോൺസ് അതൊക്കെ ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 8ാമത്തെ ചാപ്റ്ററിൽ ബാക്കിയായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ 8ാമത്തെ ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ കൂടെ ഞാൻ ഇനി ഇടും. അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്നത് അടുത്ത ചാപ്റ്റർ ആയിരിക്കും, 10ാമത്തെ ചാപ്റ്റർ, ഇൻറ്റേർണൽ ട്രേഡ്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. അതായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇത് എക്സാം എന്ന് പറയുന്നത് 21 21-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മുൻകൂട്ടി ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ നാളെ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് 6 മണിക്കാണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ചോദിക്കാം. എന്താണെന്ന് നിങ്ങൾക്കത് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള കുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. അപ്പോൾ നാളെ നമ്മുടെ ക്ലാസ് 4 മണിക്ക് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആരെങ്കിലും? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പ്രസൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഡൗട്ട്സ് നിങ്ങൾക്ക്, അപ്പോൾ ADR, GDR, IDR അത് എല്ലാം അതൊക്കെ കൂടെ മാറിപ്പോരുത്. അതിൻ്റെ ഫുൾ ഫോം പരീക്ഷയിൽ ചോദിക്കാം. നന്നായിട്ടത് വായിക്കുക. നോട്ട്സ് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയ ടെസ്റ്റ് പേപ്പർ മാർക്കുകളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി നമുക്ക് നടത്താൻ പോകുന്ന ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഫിനാൻസിൻ്റെ അല്ല, ഇപ്പോൾ പഠിച്ച ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പറാണ്. അപ്പോൾ ആ ടെസ്റ്റ് പേപ്പർ ശനിയാഴ്ച, ഇപ്പോൾ നാളെ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച അല്ലേ. ഇപ്പോൾ നമ്മൾ വളരെ സ്ലോയിലാണ് പഠിപ്പിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടി എൻ്റെ ആ സമയത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നാളെ ഇനി എന്തായാലും അല്ലെങ്കിൽ വേണമെങ്കിൽ നാളെ തന്നെ നടത്താൻ പറ്റുന്ന ഒരു കേസാണെന്ന് തോന്നുന്നു അല്ലേ ടെസ്റ്റ് പേപ്പർ. ഇതിപ്പം നമ്മളെല്ലാം വളരെ സ്ലോയിലാണ് പഠിപ്പിക്കുന്നത്. വളരെ കുറേശ്ശെ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നാളെ എപ്പോഴെങ്കിലും ടെസ്റ്റ് പേപ്പർ നടത്താം. അതോ ശനി സാറ്റർഡേ മതിയോ? നാളെ ടെസ്റ്റ് പേപ്പർ നടത്താമോ ഈ 8ാമത്തെ ചാപ്റ്ററിൻ്റെ? നാളെ രാവിലെ നാളെ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച അല്ലേ. രാവിലെ ഒരു 10 മണിക്കായിട്ട് നിങ്ങൾ എല്ലാവരും ഓക്കെ ആണ്? അല്ലെങ്കിൽ 8 മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്കോ? നാളെ എനിക്ക് തോന്നുന്നത് വളരെ സ്ലോയിലാണ് നമ്മൾ പഠിപ്പിച്ചെന്നുള്ള കാര്യങ്ങളല്ലേ. എന്ത് പറയുന്നു നിങ്ങൾ? നാളെ നടത്താമോ ടെസ്റ്റ് പേപ്പർ?
അഭയ എന്ത് പറയുന്നു? സർ സാറ്റർഡേ ഓക്കെ 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 അതെ അപ്പോൾ അഭയ സാറ്റർഡേ. ശ്രീനാഥ് എന്ത് പറയുന്നു? അനിത സാർ ഒരു ദിവസമെങ്കിലും വേണം, അതുകൊണ്ട് ശരി സാറ്റർഡേ. ശരി ശരി ഓക്കെ ഓക്കെ. ആതിര എന്ത് പറയുന്നു? സാർ സാറ്റർഡേ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ചാപ്റ്റർ ആയിരിക്കും. ഞാൻ എൻ്റെ നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ സാറ്റർഡേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടെസ്റ്റ് പേപ്പറിന് മുമ്പായിട്ട് നമുക്കിതിന് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു ചാപ്റ്റർ കൂടെ. അപ്പോൾ ശനിയാഴ്ച രാവിലെ 10 മണിക്കാണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആണോ? രാവിലെ 10 മണിക്കാണെങ്കിൽ സാറ്റർഡേ, അന്ന് മറ്റേ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണല്ലോ, ശനി ഞായറും. എല്ലാവരും വീട്ടിൽ കാണാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ 10 മണിയാണെങ്കിൽ ഓക്കെ ആണോ? വൈകുന്നേരം അപ്പോൾ നമ്മുടെ നോർമൽ ക്ലാസ് നടത്താൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അഖിൽ JB എന്ത് പറയുന്നു? സാറ്റർഡേ. എന്താണ് സ്റ്റാറ്റോ? സാറ്റർഡേ. അതെ, സാറ്റർഡേ ഞാൻ പറഞ്ഞത്, സാറ്റർഡേ തന്നെ പറഞ്ഞത്. 10 മണിക്ക് അപ്പോൾ ഒരു കാര്യം ഞാൻ സാറ്റർഡേ 10 മണിക്കാണ് ടെസ്റ്റ് പേപ്പർ. ഇനി ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ 10 മണിക്കാണ്. ഞാൻ കൂടുതലത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് 6 മണി ക്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നാളത്തെ നമ്മുടെ ക്ലാസ് 4 മണിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം.